അല്പം മുമ്പാണ് പുനെയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ പെൺകുട്ടിയെ കണ്ടെത്തിയത്. ആദ്യം പോയ ഈ പോലീസുകാരാണ്, 4 അംഗ സംഘമടങ്ങുന്ന പോലീസുകാർ, ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഒപ്പമുണ്ട്. അതോടൊപ്പം ഈ കുടുംബത്തിലെ ഒരംഗം കൂടി ഈ സംഘത്തിനോടൊപ്പമുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങോട്ട് പോയിന്ന് ആർക്കൊന്നും അറിഞ്ഞൂടെ. പോലീസുകാർ പറയുന്നുണ്ട് അവിടെ എത്തി ഇവിടെ എത്തി എന്ന് പറയുന്നുണ്ട്. അല്ലാണ്ട് ഒരു ഇത് പിടിക്കാനോ ഒന്നിനും അവർക്ക് പറ്റിയിട്ടില്ല ഇതുവരെ. കാരണം തട്ടിക്കൊണ്ടുപോക്കാനാണ്. അല്ലാണ്ട് ഈ 12 വയസ്സ് കൊച്ചിനെ അങ്ങനെ കൊണ്ടുപോകണം. അങ്ങനെ എന്റെ മോള് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 8 മണിയായപ്പോ ബുക്ക് മേടിക്കാൻ പറഞ്ഞിട്ട് പോയതാണ്. ബുക്ക് മേടിക്കാൻ പറഞ്ഞ് പോയിട്ട് പിന്നെ പിള്ളേനെ വിരുദ്ധേരം കണ്ടിട്ടുമില്ല. ഇങ്ങോട്ട് പോയിന്ന് ആരോട് പോയിന്ന് ഒന്നും നമുക്കറിയാൻ പറ്റില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ശ്രീഭദ്ര ശ്രീജേഷ് 12 വയസ്സുകാരിയായ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശ്രീജേഷ് കാണാതായതുമായി ബന്ധപ്പെട്ട് വലിയ ന്യൂസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ മെയിൻ സ്ട്രീം ചാനലിൽ അടക്കം വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ കൊച്ചിനെ തിരിച്ചു കിട്ടി. കേരള പോലീസിന് വലിയ രീതിയിലുള്ള അഭിമാനം തന്നെയാണ്. പൂനെയാണെന്ന് തോന്നുന്നു, പൂനെയിൽ പോയിട്ടാണ് കൊച്ചിനെ അവർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു പെൺകുട്ടി ഏത് സാഹചര്യത്തിലാണ് ഇത് ചെയ്തതെന്നാണ് ഇപ്പോഴും പോലീസ് അടക്കം എന്ത് കൊണ്ട് ഈ പെൺകുട്ടി ഈ ഒരു കടുങ്കൈ ചെയ്തുവെന്ന് പോലീസിനടക്കം മനസ്സിലായിട്ടില്ല. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാർത്തയിൽ അല്ലാതെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിനും വീഡിയോ ആദ്യമായി കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ആദ്യം തന്നെ ഈ ഒരു ന്യൂസ് വീട്ടുകാർ പറയുന്ന ആ ഒരു വീട്ടുകാരുടെ ഭാഷ്യം കേട്ടതിന് ശേഷം അവിടെ വീട്ടുകാർക്ക് പറ്റിയ വലിയ പിഴവ്, ഗുരുതര പിഴവുകൾ തീർച്ചയായും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അതൊന്ന് കേൾക്കാം. തട്ടിക്കൊണ്ടുപോക്കാനാണ്. അല്ലാണ്ട് ഈ 12 വയസ്സ് കൊച്ചിനെ അങ്ങനെ കൊണ്ടുപോകണം. അങ്ങനെ 18 വയസ്സായാലും കുഴപ്പമില്ല. 12 വയസ്സ് കൊച്ചിനെ തട്ടിക്കൊണ്ടുപോകാണ്ട് ഇത് ട്രാപ്പിംഗ് ആണ് ഞങ്ങളെ വിശ്വാസം. വീട്ടിൽ ബുക്ക് കൂട്ടായത്തിൽ ബുക്ക് കൊടുക്കുമ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് അമ്മയുടെ വീട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മറ്റേ ബുക്കിനെ എഴുതാൻ വേണ്ടി മേടിക്കാൻ പോയതാണ്. പിന്നെ ഒരു 8 മണി 8:15 വൈകിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് അനിയത്തിയുടെ കൊച്ചിൻ്റെ വീട്ടിലെ പെരുന്നാമസമാണ് ഞായറാഴ്ച. അപ്പോൾ പറവൂർ പോയി വന്ന് ഒരു അനിയത്തിയും കൊച്ചുകൊണ്ട് പറവൂർ പോയത്. അപ്പോൾ ഞാൻ ബുക്ക് മേടിച്ചിട്ട് പറഞ്ഞ അവള് പോയത്. ഫോൺ ഉപയോഗിക്കുന്നുണ്ടായിരുന്നോ? സ്വന്തമായിട്ട് ഫോൺ ഉണ്ടായിരുന്നോ? സ്വന്തമായിട്ട് അവൾക്ക് ഫോണൊന്നുമില്ല. പിന്നെ വിളിക്കുന്നത് എൻ്റെ ഫോണിൽ നിന്ന് കൂട്ടുകാരികളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ കൂട്ടുകാരെ മാത്രമേ വിളിക്കണോ. എൻ്റെ ഫോണിൽ സേവും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം മറ്റുപാട് കൂട്ടുകാർ ആരും അങ്ങനെ പറഞ്ഞിട്ട് വിളിക്കാറും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടില്ല, ശ്രദ്ധയിൽ പെട്ടിട്ടുമില്ല. അങ്ങനെ ഒരു തെറ്റായ രീതിയിലും കണ്ടിട്ടുമില്ല. അതിനുള്ള പ്രായം പക്വത എൻ്റെ മോൾക്കായിട്ടില്ല. ആകെ 12 വയസ്സ് 8ാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ. ഈ പറവൂർക്ക് തന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് വിടാറില്ല. അവൾ ഈ മനക്കപ്പെട്ട് തട്ടാമ്പടിയെ പോകുന്നല്ലാണ്ട് ഒറ്റയ്ക്ക് സ്ഥലത്ത് ഞങ്ങൾ പോകില്ല. ഞങ്ങളുടെ കൂടെ അല്ലാണ്ട് അവളൊന്നും അവൾ പോകാറില്ല. ഇവിടെ സംഭവിച്ചത് എന്താണ്? 25-ാം തീയതി രാത്രി 8:30 തങ്ങൾ പൊന്നെ പോലെ വളർത്തിയ ഈ ഒരു പെങ്കൊച്ച് ബുക്ക് മേടിക്കാനെന്ന്, കൂട്ടുകാരിയുടെ ബുക്ക് മേടിക്കാനെന്നും പറഞ്ഞുകൊണ്ട് തന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് രാത്രി 8:30 പോകുന്നു. അതിന് ഈ വീട്ടുകാരെ അനുവദിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആദ്യത്തെ പിഴവ്. അത്തരത്തിൽ ബുക്ക് മേടിക്കാൻ വേണ്ടി പോകുന്നു. 9 മണിയായി 10 മണിയായി കുട്ടിയെ കാണുന്നില്ല. ആ രാത്രി മുഴുവൻ കുട്ടിയെ കാണാതെ ഇവർ അലഞ്ഞു നടക്കുന്നു. അതിനുശേഷം പോലീസിൽ പരാതി കൊടുക്കുന്നു. 4 ദിവസമായിട്ടും കുട്ടിയെ കിട്ടുന്നില്ല. ഏറ്റവും ഒടുവിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് ഈ ഒരു കുട്ടിയെ 5 ദിവസത്തിന് ശേഷം ഇട്ടുകൊണ്ട് പോയ അതേ ഡ്രസ്സിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടുതുണി പോലും മാറ്റി കൊടുക്കാനില്ലാതെ അതേ ഡ്രസ്സിൽ കുട്ടിയെ തിരിച്ചു കിട്ടുന്നു. കുട്ടിയുടെ കൂടെ ഈ പറഞ്ഞ അഭിജിത്ത് എന്ന് പറയുന്ന ഐസ്ക്രീം വിൽപ്പനക്കാരനായ ചെറുപ്പക്കാരൻ, 26 വയസ്സുള്ള ചെറുപ്പക്കാരനുണ്ട്. ഇപ്പോഴും ഈ വീട്ടുകാർക്ക് ഇത് വിശ്വസിക്കാനായിട്ടില്ല. കുട്ടിക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു, പ്രണയം കാരണമാണ് കുട്ടി ഇറങ്ങിപ്പോയി എന്ന് ഇപ്പോഴും ഈ വീട്ടുകാർ വിശ്വസിക്കുന്നില്ല. ഇത്രയും ഇപ്പൊ മൂന്നാമത്തെ ദിവസം രാത്രിയാണ് വരുന്നത്. ഇപ്പോൾ എൻ്റെ മോള് പോയി അങ്ങോട്ട് പോയിന്ന് ആർക്കൊന്നും അറിഞ്ഞൂടെ. പോലീസുകാർ പറയുന്നുണ്ട് അവിടെ എത്തി ഇവിടെ എത്തി എന്ന് പറയുന്നുണ്ട്. അല്ലാണ്ട് ഒരു ഇത് പിടിക്കാനോ ഒന്നിനും അവർക്ക് പറ്റിയിട്ടില്ല ഇതുവരെ. കാരണം തട്ടിക്കൊണ്ടുപോക്കാനാണ്. അല്ലാണ്ട് ഈ 12 വയസ്സ് കൊച്ചിനെ അങ്ങനെ കൊണ്ടുപോകണം. അങ്ങനെ എൻ്റെ മോള് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 8 മണിയായപ്പോ ബുക്ക് മേടിക്കാൻ പറഞ്ഞിട്ട് പോയതാണ്. ബുക്ക് മേടിക്കാൻ പറഞ്ഞ് പോയിട്ട് പിന്നെ പിള്ളേനെ വിരുദ്ധേരം കണ്ടിട്ടുമില്ല. ഇങ്ങോട്ട് പോയിന്ന് ആരോട് പോയിന്ന് ഒന്നും നമുക്കറിയാൻ പറ്റില്ല. ഇത്രയും ഇപ്പൊ മൂന്നാമത്തെ ദിവസം രാത്രിയാണ് വരുന്നത്. ഇപ്പോൾ അവിടെ മേലെ പോയെന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് 3 ദിവസം എൻ്റെ മോള് ഇവിടുന്ന് പോയിട്ട് ഒരു സാധനം കൊടുത്തോണ്ട് എൻ്റെ മോള് പോയിക്കണത്. പോലീസുകാരെ ഇപ്പൊ ഇത്ര അടുത്ത് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു.
ഫോൺ ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് ഫോൺ ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് നമുക്ക് ഫോണൊന്നുമില്ല. പിന്നെ വിളിക്കുന്നത് എൻ്റെ ഫോണിൽ നിന്ന് കൂട്ടുകാരികളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ കൂട്ടുകാരെ മാത്രമേ വിളിക്കുന്നത്. എൻ്റെ ഫോണിൽ സേവും ചെയ്തിട്ടുണ്ട്. കണ്ട് ഇപ്പം മറ്റുപാട് കൂട്ടുകാർ ആരും അങ്ങനെ പറഞ്ഞിട്ട് വിളിക്കാറും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടില്ല, ശ്രദ്ധയിൽ പെട്ടിട്ടുമില്ല. അങ്ങനെ ഒരു തെറ്റായ രീതിയിൽ നമുക്ക് കണ്ടിട്ടുമില്ല. അതിനുള്ള പ്രായം പക്വത എൻ്റെ മോൾക്കായിട്ടില്ല. ആകെ 12 വയസ്സ്, 8ാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ. ഈ പറവൂർക്ക് തന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് വിടാറില്ല. അവൾ ഈ മനക്കപ്പെട്ട് തട്ടാൻ വേണ്ടി എങ്ങനെ പോകുന്നല്ലാണ്ട് ഒറ്റയ്ക്ക് സ്ഥലത്ത് ഞങ്ങൾ പോകില്ല. ഞങ്ങളുടെ കൂടെ അല്ലാണ്ട് അവളൊന്നും അവൾ പോകാറില്ല. അവൾ നമുക്ക് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണെന്ന് മനസ്സിലാക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന ഈ ഒരു കുട്ടി 12ാം വയസ്സിൽ, തൻ്റെ 12ാം വയസ്സിൽ കാമുകനൊപ്പം ഇറങ്ങി പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. കാഴ്ചയിൽ കാണാൻ നല്ല ഒരു കുട്ടിയാണ് ഈ ഒരു ശ്രീഭദ്ര എന്ന് പറയുന്ന ഈ ഒരു കുട്ടി. കലാകാരിയാണ്, ഡാൻസുകാരിയൊക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു കുട്ടി, മിടുക്കിയായി വളർന്നു വരുന്ന ഈ ഒരു കുട്ടി വലിയ പ്രതീക്ഷയോടുകൂടി വീട്ടുകാർ വളർത്തുന്നു. പക്ഷേ ഈ ഒരു കുട്ടി ഈ ഒരു കടുങ്കൈ ചെയ്യാനുള്ള കാരണം കുട്ടിയിൽ അർപ്പിച്ച ആ ഒരു വലിയ വിശ്വാസം കുട്ടി ഇല്ലാതാക്കി. ആ ഒരു അമ്മയുടെ ആ ഒരു കോൺഫിഡൻസ് നോക്കുക. തങ്ങളുടെ കുട്ടി കൊച്ചു കുട്ടിയാണ്, 8ാം ക്ലാസ്സിലേ പഠിക്കുന്നുള്ളൂ, 12 വയസ്സേ ആയുള്ളൂ, മൊബൈൽ പോലും കൊടുക്കാറില്ല എന്നും അമ്മ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇവരുടെ മൊബൈലാണ്, അപ്പൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ മൊബൈൽ വല്ലപ്പോഴും ഒന്ന് കൊടുക്കുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ സംഭവിച്ചത് എന്താണ്? കുട്ടിക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ പറഞ്ഞ പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞാനിവിടെ നിന്ന് കാണിക്കാം. 231 ഫോളോവേഴ്സുള്ള ശ്രീഭദ്ര ശ്രീജേഷ് എന്ന പേരിൽ ഉണ്ടാക്കിയ ഒരു ഇൻസ്റ്റഗ്രാം അടക്കം ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു. ആ ഇൻസ്റ്റഗ്രാം വഴിയായിരുന്നു അഭിജിത്തുമായിട്ട്, ഐസ്ക്രീം വിൽപ്പനക്കാരനായ, ഒരുപക്ഷെ ഐസ്ക്രീം എല്ലാം മേടിച്ചപ്പോഴത്തേനും അവിടെ വെച്ച് അമ്പലത്തിൽ ഉത്സവത്തിനെല്ലാം കണ്ടിട്ട് പരിചയപ്പെട്ടായിരിക്കാം. മിക്കവാറും അതാവാനാണ് സാധ്യത. അങ്ങനെ പരിചയപ്പെട്ടതിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ ഇവളെ കണ്ടതിന് ശേഷം, അതായത് ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു അക്കൗണ്ട് കണ്ട് 12 വയസ്സുള്ള ആളാന്ന് നോക്കണം, 12 വയസ്സുള്ള ഈ കുട്ടിയുടെ അക്കൗണ്ട് കണ്ടതിന് ശേഷം ഇവ മെസ്സേജ് അയച്ചിട്ടുണ്ടാവാം. അവർ ഞങ്ങളിൽ സുഹൃത്തുക്കളായിട്ടുണ്ടാവും. അത് വലിയൊരു പ്രണയമായി പിൽക്കാലത്ത് മാറുകയായിരുന്നു. ഒന്ന് ആലോചിച്ചൊക്കെ, ഇൻസ്റ്റഗ്രാം വരുത്തി വെച്ചൊരു വന. നേരെ മറിച്ച് ഈ കൊച്ചിന് ഇൻസ്റ്റഗ്രാം ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യത വളരെ വിരളമാണ്. നേരിട്ട് ഇവരിതങ്ങളിൽ ഇടപഴകാനൊക്കെയുള്ള വലിയൊരു അവസരം ഇവർക്ക് കിട്ടുന്നില്ല. ഇവർക്ക് ആകെ ഉണ്ടായിരുന്നത് ഇൻസ്റ്റഗ്രാമാണ്. വീട്ടുകാരുടെ കണ്ണു വെട്ടിച്ച് സ്വന്തമായ മൊബൈൽ ഇല്ലാഞ്ഞിട്ട് അച്ഛൻ്റെ മൊബൈലിലൂടെ അല്ലെങ്കിൽ അമ്മയുടെ മൊബൈലിലൂടെ തൻ്റെ കാമുകനുമായി 12 വയസ്സുകാരിയായ ഈ ഒരു പെൺകുട്ടി കോൺടാക്ട് ചെയ്തു. അത്തരത്തിൽ ആ ഒരു കോൺടാക്ട് വലിയ രീതിയിൽ നീണ്ടുപോവുകയും അതൊരു ഒളിച്ചോട്ടത്തിലേക്ക് പോവുകയും ചെയ്യുന്നുള്ളത് ഏറെ ഞെട്ടലുളവാക്കുന്ന സംഭവം തന്നെയാണ്. ഇവിടെ നമ്മൾ പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രണയിക്കുന്ന ഇപ്പം 12 വയസ്സുകാരിയൊന്നുമില്ല, അതിലും താഴെയുള്ള ആൾക്കാർ പ്രണയിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അതിലും ചെറിയ പ്രായത്തിൽ പ്രണയിച്ച ആളാണ്. അപ്പോൾ അതൊന്നും ഒരു വിഷയമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പ്രണയം അല്ല ഇവിടെ വിഷയം. നമ്മളൊരു സഹപാഠിയെ പ്രണയിക്കുക, അല്ലെങ്കിൽ നമ്മളെക്കാൾ 2-3 വയസ്സ് അല്ലെങ്കിൽ 3-4 വയസ്സിന് മൂത്ത ഒരാളെ പ്രണയിക്കുക എന്ന് പറയുന്നത് ആണായാലും പെണ്ണായാലും നമുക്കതിനും തെറ്റ് പറയാൻ പറ്റത്തില്ല. പ്രണയം ഒരു വികാരമാണ്. പക്ഷേ ഇതൊരു 10-16 വയസ്സിലധികമുള്ള 14 വയസ്സിലധികമുള്ള ഒരാളെ പ്രണയിച്ച് ഒളിച്ചോടി പോവുക. എന്തൊരു മൂഢത്തമാണ് ഈ കുട്ടി അല്ലെങ്കിൽ ഇത്തരം ആൾക്കാർ കാണിക്കുന്നത് ആലോചിച്ച് നോക്കുക. അതിനൊരു പരിധിവരെ ഈ വീട്ടിലെ അംഗങ്ങൾ ഓരോരുത്തരും കാരണക്കാരല്ലേ. ഇവർക്ക് ഈ കുട്ടിയെ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയി. അവിടെ വേറെ കുട്ടികളുണ്ട്, മൂത്ത കുട്ടികളുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. അച്ഛൻ്റെയൊക്കെ അവസ്ഥ അവരെ നമുക്ക് പേഴ്സണലി അറിയില്ല. എന്നാൽ പോലും പൊതുവേ ആണുങ്ങൾ വൈകിട്ടായി കഴിഞ്ഞാൽ എല്ലാം വെള്ളമടിച്ച് സെറ്റായിരിക്കുന്ന ആൾക്കാരാണ്. അമ്മമാർ ഈ പറഞ്ഞ കണക്ക് സീരിയലിൻ്റെ പുറകെയും ടിവിയുടെ പുറകെയൊക്കെ ആയിരിക്കും. അപ്പോൾ 8:30 കുട്ടി ബുക്ക് മേടിക്കാൻ പോയപ്പോഴത്തേന് ഈ ഒരു സാഹചര്യം അസ്വാഭാവികമായി അവർക്ക് തോന്നിയില്ല, അവരാരും ശ്രദ്ധിച്ചില്ല. കുട്ടി നമ്മുടെ സംസ്ഥാനം വിട്ടു കഴിഞ്ഞപ്പോഴായിരിക്കാം ഇവർക്ക് സംഭവം മനസ്സിലായത്. എന്നിട്ട് പോലും ഇവരാരും വിശ്വസിച്ചില്ല. കുട്ടിയെ കണ്ടു കിട്ടിയപ്പോൾ അഭിജിത്ത് കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇത് സംഭവം കൊടുമ്പിരി കൊണ്ടൊരു പ്രണയമായിരുന്നു എന്ന് പൊതുജനം മനസ്സിലാക്കിയത്. വീട്ടുകാർ എപ്പോഴും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എനിവേ കൊണ്ടുപോയ അഭിജിത്തിന്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. അഭിജിത്ത് ഈ പറഞ്ഞ കണക്ക് വീട്ടിൽ ആരും ഇല്ലാത്ത, അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത 2 മക്കളാണ്. ഐസ്ക്രീം വിറ്റും ഇതുപോലൊക്കെ ഓരോ കലാപരിപാടികൾ ചെയ്ത് ജീവിക്കുന്നവനാണ്. ഇതുപോലെ പലരെയും ഇതിനു മുമ്പ് ഒരുപക്ഷെ കൊണ്ടുപോയിരിക്കാനുള്ള സാധ്യത. ഇതിപ്പോൾ 2-3 ദിവസം ആയതുകൊണ്ടാണ് അറിഞ്ഞത്. ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കോ ഒക്കെ ഒരാളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇരുചെവി അറിയത്തില്ല. അത്തരത്തിൽ നിരവധി ആളുകളെ കൊണ്ടുപോയിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടും അന്വേഷണം ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം. വീട്ടിൽ പിള്ളേർക്ക് മൊബൈൽ ഇല്ലെങ്കിൽ പോലും അവരത് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. അമ്മൂമ്മയുടെ മൊബൈലും അടിച്ചുകൊണ്ട് പോയെന്നാണ് പറയുന്നത്. അമ്മൂമ്മയുടെ ഒരു ടോർച്ചിൻ്റെ പേട്ട് മൊബൈലും അടിച്ചുകൊണ്ട് പോയി. ആ മൊബൈൽ പകുതി വഴിയായപ്പോൾ അതിൻ്റെ ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയിപ്പോയി. ഇവരെ ട്രേസ് ചെയ്ത് പിടിച്ചതൊക്കെ വലിയ ബുദ്ധിമുട്ടിയാണെന്നാണ് പറയുന്നത്. ബോംബെയിലേക്കാണ് ആദ്യം പോയത്. ബോംബെയിലും അന്തേരിയിലും ഒക്കെ പോയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവരെ പിടിച്ചതെന്നാണ് പറയുന്നത്. ഇട്ടിരുന്ന അതേ ഡ്രസ്സ് പോലും മാറി ഉടുക്കാനില്ലാതെ ആഹാരം കഴിച്ചോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം കയ്യിൽ കാശൊന്നുമില്ല, യാത്രയിലാണ്, ജോലിയൊന്നും ചെയ്തിട്ടില്ല, കയ്യിൽ കാശ് കരുതിയില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിലൂടെയാണ് പോയത്. എന്തിന് ഇറങ്ങി പോയി എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കാത്തത്. എന്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒളിച്ചോടിപ്പോയി? എന്തായിരുന്നു ഉദ്ദേശം? എങ്ങനെ ജീവിക്കാനായിരുന്നു ഉദ്ദേശം? അവിടെ പോയി ജോലി എന്തെങ്കിലും ചെയ്ത് ഈ പ്രായത്തിൽ ജീവിക്കാൻ സാധിക്കുമോ? ഒരെത്തും പിടിയും കിട്ടുന്നില്ല.
ഇത്തരത്തിൽ അബദ്ധങ്ങൾ കാണിക്കുന്ന കൊച്ചുങ്ങളും വീട്ടുകാരും ഇത് കണ്ടെങ്കിലും മനസ്സിലാക്കി ഭാവിയിൽ ഇത് ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എനിവേ, സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം മൂലം ഒരു കൊച്ചിന്റെ ഭാവി കൂടി തകർന്നു, ഒരു കുടുംബം കൂടി നാണക്കേടിന്റെ പടുകുടിയിലോട്ട് വീണു എന്നുള്ളത് ഏറെ ദുഃഖകരമായ അവസ്ഥയാണ്. ഇങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.